വൃത്തകഥയെന്നു ചൊല്ലിടുവാൻ വൃത്തത്തിലാവട്ടെ ഞങ്ങളാദ്യം. വൃത്തകഥയെന്നു ചൊല്ലിടുവാൻ വൃത്തത്തിലാവട്ടെ ഞങ്ങളാദ്യം. നമ്മുടെ ചുറ്റിലുമുള്ള പലരിലും വൃത്തത്തിൻ രൂപത്തെ കാണുന്നില്ലേ? നിങ്ങൾ വൃത്തത്തിൻ രൂപത്തെ കാണുന്നില്ലേ? ഭൂമിയും സൂര്യനും അമ്പിളിമാമനും ചില്ലറ പൈസയും വൃത്തമല്ലേ? ഭൂമിയും സൂര്യനും അമ്പിളിമാമനും ചില്ലറ പൈസയും വൃത്തമല്ലേ? അമ്മ ചുടുന്നൊരു ദോശയും അപ്പവും സൈക്കിളും ചക്രവും വൃത്തമല്ലേ? അമ്മ ചുടുന്നൊരു ദോശയും അപ്പവും സൈക്കിളും ചക്രവും വൃത്തമല്ലേ? നല്ല കുപ്പിവളകളും വൃത്തമല്ലേ? മൂലകളില്ലാത്ത ജാമിതി രൂപമാം വൃത്തം വരയ്ക്കുവാൻ എന്തെളുപ്പം. മൂലകളില്ലാത്ത ജാമിതി രൂപമാം വൃത്തം വരയ്ക്കുവാൻ എന്തെളുപ്പം. വൃത്തിയിൽ വൃത്തം വരച്ചില്ല എങ്കിലും കിട്ടുന്ന മാക്കിലുമുണ്ട് വൃത്തം. നല്ല വൃത്തം വരച്ചിടാം വൃത്തിയായി, നല്ല വൃത്തം വരച്ചിടാം വൃത്തിയായി. ചതുരം പഠിക്കുവാൻ ചാരുരിയോട് നാം ചതുരത്തിൻ രൂപത്തിൽ നിന്നിടട്ടെ. ചതുരം പഠിക്കുവാൻ ചാതുരിയോട് നാം ചതുരത്തിൻ രൂപത്തിൽ നിന്നിടട്ടെ. നീളവും വീതിയും മൂലകളൊപ്പിച്ചു ചേർത്തു വരച്ചാൽ ചതുരമായി നമ്മൾ കേട്ടം പരിചിത രൂപമായി. ഡെസ്കിലും ബെഞ്ചിലും ഇൻസ്ട്രുമെന്റ് ബോക്സിലും ചതുരത്തിൻ രൂപത്തെ കണ്ടിട്ടില്ലേ? ഡെസ്കിലും ബെഞ്ചിലും ഇൻസ്ട്രുമെന്റ് ബോക്സിലും ചതുരത്തിൻ രൂപത്തെ കണ്ടിട്ടില്ലേ? ക്ലാസ് റൂമും മേശയും ബിസ്ക്കറ്റും റൊട്ടിയുമെല്ലാം ചതുരത്തിൽ തന്നെയല്ലേ? നമ്മൾ ചുറ്റിലും കാണുന്ന രൂപമല്ലേ? നാലു വശങ്ങളും തുല്യമായാൽ സമചതുരമാണെന്നതറിയണം നാം. നാലു വശങ്ങളും തുല്യമായ സമചതുരമാണെന്നതറിയണം നാം. നീളവും വീതിയും വേറെയായാൽ ദീർഘചതുരമെന്നുള്ളതറിഞ്ഞു വയ്ക്കാം. രണ്ടു ചതുരവും തമ്മിൽ തിരിഞ്ഞു വയ്ക്കാം. രണ്ടു ചതുരവും തമ്മിൽ തിരിഞ്ഞു വയ്ക്കാം. മൂന്നു വശങ്ങളിലുള്ളൊരു ജാമിതി രൂപം ത്രികോണമെന്നോർത്തു വയ്ക്കാം. മൂന്നു വശങ്ങളിലുള്ളൊരു ജാമിതി രൂപം ത്രികോണമെന്നോർത്തു വയ്ക്കാം. ഏഴു പടക്കവും കേക്കു മുറിച്ചതും നക്ഷത്രക്കാരും ത്രികോണമല്ലേ? ഏഴു പടക്കവും കേക്കു മുറിച്ചതും നക്ഷത്രക്കാരും ത്രികോണമല്ലേ? നമ്മൾ കോണുകൾ വെട്ടിക്കളിക്കാറില്ലേ? നമ്മൾ കോണുകൾ വെട്ടിക്കളിക്കാറില്ലേ? ജാമിതി രൂപങ്ങളില്ലാതെ നമ്മുടെ നിർമ്മിത രൂപങ്ങളൊന്നുമില്ല. ജാമിതി രൂപങ്ങളില്ലാതെ നമ്മുടെ നിർമ്മിത രൂപങ്ങളൊന്നുമില്ല. ജാമിതിയില്ലാതെ ജീവിതം നന്നായി മുന്നോട്ടു പോകുവാൻ സാധ്യമല്ല. ലോകവിസ്മയമൊന്നും പിറക്കുകയില്ല. ലോകവിസ്മയമൊന്നും പിറക്കുകയില്ല.